പെൺകുട്ടികളെയാണോ ആൺകുട്ടികളെയാണോ കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം പെൺകുട്ടികളെയാണ് കേട്ടോ. ചെറുപ്പത്തിൽ എനിക്കൊരു കുഞ്ഞു പാവ ഉണ്ടായിരുന്നു. ചെറുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞു പാവ പ്രായമല്ല കേട്ടോ, ഒരു 6, 7 ഒക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു 10 രൂപ 20 രൂപയുടെയൊക്കെ പാവയില്ലേ, ആ ഒരു ടൈമിൽ കേട്ടോ അങ്ങനത്തെ ഒരു പാവ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലൊരു ബാർബി ഡോളിനെയൊക്കെ കിട്ടണമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഒരു പൂരപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ അതിന് ഇട്ട് കൊടുക്കാത്ത ഡ്രസ്സുകളില്ല, പൊട്ടു തൊടിപ്പിക്കാണ്ടിരുന്നിട്ടില്ല, കണ്ണെഴുതി കൊടുക്കാണ്ടിരുന്നിട്ടില്ല. ഡ്രസ്സുകൾ മാറ്റി മാറ്റി ഇടാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തുണിക്കട ആയതുകൊണ്ട് തന്നെ കുറേ കട്ട് പീസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഞാൻ കുറേ ഡ്രസ്സൊക്കെ തുന്നി ആളെ ഒരുക്കിക്കൊണ്ട് നടക്കായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞാൻ ആ പാവക്കുട്ടിയുടെ അമ്മയായിരിക്കും കേട്ടോ, ഒരു പക്ഷേ അല്ലെങ്കിൽ ചേച്ചിയായിരിക്കാം. അങ്ങനെ ഒരുപാട് കുട്ടികളെ ഇങ്ങനെ എന്താ പറയുക, പെൺകുട്ടികളെ ഒരുക്കിക്കൊണ്ട് നടക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു ദൈവം എനിക്ക് 2 മാലാഖ കുട്ടികളെ തന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറച്ച് സുവിശേഷം കേട്ടുകൊണ്ട് ഇന്നത്തെ നമുക്ക് വ്ളോഗ് തുടങ്ങാം അല്ലേ. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. ഇത് റിവേഴ്സാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് രാത്രിക്കലത്തെ കാര്യമാണ്. വിളക്ക് വെച്ചു, പഠിപ്പിക്കാനിരുത്തി, പഠിക്കാനുള്ളത് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ മുകളിൽ നമുക്ക് കോണിപ്പടി ഒന്ന് പൊടിയൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. ഇതൊന്നും നമ്മൾ വന്നതിന് ശേഷം ചെയ്യാത്തൊരു കാര്യം ഇതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ഔതൊക്കെ പോയിരിക്കണു. ഇന്ന് നമുക്ക് മുഖത്തൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര സഫോക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും മാസ്ക് ഇടുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും എനിക്ക് ഇനിയിപ്പോൾ പൊടിയൊക്കെ അടിക്കുമ്പോൾ മാസ്ക് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നി. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ പൊടി കൊണ്ട്. അപ്പോൾ ഞാനിവിടെ അടിക്കാൻ നിന്നപ്പോഴേ അമ്മൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാസ്ക് ഇട്ടോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അറിയാലോ, അമ്മയുടെ അവസ്ഥ നന്നായിട്ട് അറിയാലോ, അപ്പോൾ അതിന് നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളിടയ്ക്കൊക്കെ കേൾക്കേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റായിരിക്കും, അവർ പറയുന്നത് ശരിയായിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂടുതലും എന്താ പറയുക, മൂത്തവർ ചൊല്ലും മുതിർനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കില്ലേ. പക്ഷെ മൂത്തവർ മാത്രമല്ല കേട്ടോ ചൊല്ലുന്നത്, കുട്ടികളാണെങ്കിലും അത് ചൊല്ലും. ചിലപ്പോൾ മൂത്തവർ പറയുന്നത് പൊട്ടത്തെറ്റാവാറുണ്ട്. അപ്പം നല്ലത് തരംതിരിച്ചെടുക്കാനുള്ളൊരു കഴിവ് നമുക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നമ്മുടെ ഈ കോണിയുടെ നേരെ മുകളിലേക്കുള്ള ഭാഗം ഉണ്ടല്ലോ, അതെനിക്ക് തട്ടാൻ തീരെ പറ്റില്ല കേട്ടോ. എൻ്റെ ഹൈറ്റ് കൊണ്ടും എനിക്കത് പറ്റില്ല. പിന്നെ മാറാമ്പല തട്ടണ ചൂല് വെച്ചിട്ട് നമ്മൾ തട്ടിയാൽ തന്നെ അത് എനിക്ക് ആ ഭാഗത്തേക്ക് എത്തില്ല തീരെ. പിന്നെ വല്ലാണ്ട് റിസ്ക് എടുത്തിട്ട് നമ്മൾ തട്ടാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിലത്ത് കിടക്കണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ഞാൻ മുതിരാറില്ല. ഏട്ടൻ വരുമ്പോൾ ഏട്ടനെ കൊണ്ട് 1-2 വട്ടമൊക്കെ തട്ടിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ നമ്മുടെ വീട് നാട്ടിൽ വന്നാൽ തന്നെ മുഴുവനായിട്ട് കാണാറില്ല കേട്ടോ. ഇപ്പം ഞാൻ മുകളിൽ കോണിയൊക്കെ വെച്ചിട്ടുള്ളത് ഏട്ടൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഏട്ടൻ മുകളിലേക്കൊന്നും പോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൾ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ അടിയിൽ തന്നെ ആയിരിക്കും. ഒന്നല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ടാവും, പിന്നെ ഫുൾ ടൈം നമ്മൾ പുറത്തായിരിക്കും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കതൊന്നും കാണാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ വരുന്നത് ആകെ 7 ദിവസം, 10 ദിവസം, 15 ദിവസം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതിനുള്ള ടൈമും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, റിവേഴ്സിലാണ് ഈ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. നമ്മൾ പകലത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. എന്താ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ചുമ്മാ എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാനിവിടെ തുടയ്ക്കണമെന്ന് വിചാരിച്ചത്, ആ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം മുകളിൽ അടിക്കാനൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ അതും കൂടെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഉണ്ടല്ലോ മുകളിൽ അടിക്കുമ്പോൾ ആ പൊടി വീണ്ടും നമുക്ക് സ്റ്റെയറുമേലേക്ക് വരും. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആളെ ഒന്ന് പൊടിയൊക്കെ തട്ടി തൂത്തെടുത്ത് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, ഇത് നമ്മൾ വരിക്കാശ്ശേരി മനയിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ സനൂപാണ് അത് ഫ്രെയിം ചെയ്ത് തന്നിട്ടുള്ളത്. സനൂപ് തന്നെയാണ് ഈ എല്ലാ ഫോട്ടോസും ഫ്രെയിം ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നടുക്കിലത്തെ ഫോട്ടോ ഇതുപോലെ ശ്രീരാഗേട്ടൻ എടുത്തെന്നുള്ളതാണ്. ഏട്ടൻ്റെ മേമയുടെ മോനാണ് കേട്ടോ. അപ്പോൾ ആൾ ഫോട്ടോഗ്രാഫറാണ്, ആളെടുത്തെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും തെറ്റത്ത് ഞങ്ങൾ വെള്ളപ്പാറ്റകൾ പോലെ ഇരിക്കുന്നത് അത് സനൂപ് ഫ്രെയിം ചെയ്ത് തന്നതാണ്. സാധാരണ നമ്മുടെ മൊബൈലിൽ എടുത്തതാണ് കേട്ടോ. അത് വേറെ ഏതോ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അതിൽ
ഉള്ളിലിട്ടിട്ട് ഞാൻ ആ ഒരു കോലത്തിലാക്കിയിട്ട് പിന്നെ അത് ഫ്രെയിം ചെയ്ത് തരാൻ പറഞ്ഞതാണ്. അന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ആക്കിച്ചല്ലേന്ന്, പക്ഷെ എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഈ സ്റ്റെയർ അടിക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മുകളിൽ നിന്ന് ഞാൻ അടിച്ചിടുമ്പോൾ ആ പൊടി മൊത്തം നമ്മുടെ TV യൂണിറ്റ് മേലേക്ക് വരും കേട്ടോ. അപ്പോൾ അതും കൂടെ കൈയോടെ അത് തുടച്ചിട്ടില്ല എന്ന് വെച്ചാൽ ആ പൊടി മൊത്തം അവിടെ അങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അത് ഭയങ്കര വൃത്തിയായിട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാരണം മുകളിലത്തെ ആ ചപ്പും ചോറും ഉണ്ടല്ലോ അതിങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഒന്നാമത് പൊടി കൂടുതലാണ് മുകളിൽ, നമ്മൾ തീരെ യൂസ് ചെയ്യാത്തൊരു ഏരിയയിൽ. ഇവിടെയൊക്കെ പൊടി അടിയിലൊക്കെ പൊടിയില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ അല്ലേ, പക്ഷെ മുകളിൽ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് പൊടി ഉണ്ടായിരിക്കും. എനിക്ക് വീടുകളിൽ ഷോക്കേസ് ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ. ഹാളിലൊക്കെ ഷോക്കേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ ട്രോഫി കിട്ടിയത്, അവരുടെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വെക്കുന്നത് എനിക്ക് ഇഷ്ടം. നമ്മുടെ വീട്ടിലുണ്ടല്ലോ, എൻ്റെ സ്വന്തം വീട്ടിൽ ഈ ഒരു ഷോക്കേസ് എന്ന് പറഞ്ഞ സാധനം അച്ഛൻ പണി കഴിപ്പിച്ചിട്ടില്ല കേട്ടോ. അച്ഛനത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് പണി കഴിപ്പിക്കാത്തത്. പക്ഷെ എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇവിടെ മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് മാക്സിമം എന്നല്ല, അതായത് നമ്മുടെ TV യൂണിറ്റുമേലൊക്കെ നമുക്ക് ഇങ്ങനെ കുറച്ച് വെക്കാനൊക്കെ ഉള്ള രീതിയിൽ ഒക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നല്ല, ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോന്ന് ഏതിന്നോ ഒന്നിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഞാനിപ്പോൾ ഈ കാണിച്ച കല്ലുണ്ടല്ലോ അത് നമ്മൾ ദുബായിൽ നിന്ന് പറക്കിയെടുത്ത് കൊണ്ടുപോകാന്നുള്ളതാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഭ്രാന്തുണ്ട്. ഇവിടെ ഇതിന് മുന്നും കൊണ്ടുവന്ന കുറേ കല്ലുകൾ ഇതുപോലത്തെ ഉരുളൻ കല്ലുകളുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ കുറച്ച് ഭ്രാന്തും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ കാണുമ്പോഴേ അതെടുത്ത് കൊണ്ടുവരല്ലേ. ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെയെന്നറിയോ, നമ്മൾ ഷാർജയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ മാൻഗ്രോവ് ട്രീ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാട്ടോ ആ കല്ല്. പിന്നെ നമ്മൾ അബുദാബി ടെമ്പിളിൽ പോയപ്പോൾ അവിടുത്തെ കല്ലുണ്ട്, ആ വൈറ്റ് കളറിലുള്ള കുഞ്ഞി കല്ലുകൾ അബുദാബി ടെമ്പിളിലത്തെയാണ്. അമ്മൂട്ടിയോട് തുണി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ വലിയൊരു ചക്കമന്തക്കും തുണി എടുത്തുകൊണ്ട് വന്നു കേട്ടോ ആദ്യം. പിന്നെ പറഞ്ഞ അത് വേണ്ട, വേറെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആളെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നേരെ അവിടെ മുകളിലൊരു കുപ്പി ഇരിക്കുന്നുണ്ടോ, അത് നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും, പക്ഷേ ആ കുപ്പിയിലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മൂപ്പരാളോട്. ഞാൻ ഇവിടെ സ്റ്റോക്ക് വയ്ക്കട്ടെ ഈ ഒരു സാധനം. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ മണങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ നിറഞ്ഞു നിൽക്കേണ്ട ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സൂര്യ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ലൊരു സ്മെല്ലുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ആവും, പക്ഷെ നമ്മളിത് ഡെയിലി നമുക്കിതിങ്ങനെ അറിയണില്ലേ, നമുക്ക് മനസ്സിലാവില്ലേ. പുറമെന്ന് ഒരാൾ വരുമ്പോഴാവും ചിലപ്പോൾ മനസ്സിലാവുണ്ടായിരിക്കാം. അമ്മൂട്ടി വലിയ കുട്ടിയായിരിക്കുമ്പോഴത്തെ പരിപാടി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അന്നത്തെ ഫംഗ്ഷൻ്റെ അന്ന് ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, നീലപ്പൂ ഇരിക്കുന്ന ഗ്ലാസ്, ആ മണി പ്ലാന്റ് ഞാൻ അതുമെന്നാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആർട്ടിഫിഷ്യലാണ് കേട്ടോ. മുപ്പരാൾ അത് പിടിച്ച് വലിച്ചു, ആ ഗ്ലാസ് ഇതാകെ എടുക്കണു തലയിലേക്ക്. അപ്പോൾ ഞാനത് ഒട്ടിച്ച് വെച്ചുട്ടാ. നമ്മുടെ ഡബിൾ ടേപ്പ് സ്റ്റിക്കർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ അത് കാരണം എനിക്കത് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എടുക്കണ്ട, കാരണം പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്നാൽ ചില ഒട്ടിക്കാൻ വീണ്ടും നിൽക്കണം. പിന്നെ എൻ്റെ ഡബിൾ ടേപ്പ് മാസ്ക് ഇപ്പം ഇല്ല താനും. അപ്പോൾ ഞാനത് ഊരാൻ പോയില്ല. ഫോട്ടോയൊക്കെ ഞാൻ പൊടി തുടച്ച് വെക്കുകയാണെങ്കിൽ ഇന്ന് ഫുള്ള് വെള്ളി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളി കൂടുതലാണ്. ഞാനിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുമ്പോഴേ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ തന്നെയല്ലേ സംസാരിക്കണേ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ക്രിയേറ്റ് ചെയ്യണില്ല ഇതിൽ. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ ഒന്നാമത് എൻ്റെ സംസാരം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് പോലും അറിയില്ല. ഞാൻ അങ്ങനെ നല്ല സ്പീഡിലല്ലേ സംസാരിച്ചിട്ട് പോണത്. മനസ്സിലാവാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ, എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാവണില്ല എന്ന്. ചിലർക്ക് തൃശ്ശൂർ ഭാഷ മനസ്സിലാവാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞു വാവയുടെ ഫോട്ടോ അല്ലേ, അത് നമ്മുടെ കെട്ടിയോനാണ് കേട്ടോ. നമ്മുടെയല്ല, എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. അപ്പുറത്ത് ചേച്ചി ഇതുപോലെ മുകളിൽ വൃത്തിയാക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോ കിട്ടിയപ്പോൾ അതങ്ങോട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാനത് സനൂപിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഫ്രെയിം ചെയ്തെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എത്ര പതുക്കെയാണല്ലേ ഓരോ പണിയും ചെയ്യണത്. എനിക്കിങ്ങനെയാണ് കേട്ടോ, സ്പീഡിൽ ചെയ്യാൻ അറിയുന്നേ ഇല്ല. പിന്നെ ഫാസ്റ്റിൽ നമുക്ക് മൊബൈലിട്ട് ഓടിക്കാൻ സാധിക്കും, പക്ഷേ റിയൽ ലൈഫിൽ നമുക്കത് സാധിക്കില്ലല്ലോ. അപ്പോൾ എത്ര പതുക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണേന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതൊക്കെ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും, ഈ പെണ്ണുമ്പിള്ള അത് അരമണിക്കൂർ എടുത്താൽ പോലും കഴിയില്ല എന്ന്. ഇന്നലെ നമ്മൾ റൂം ക്ലീൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, 3.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് നമുക്കത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ ആയമ്പാടി ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് ഇത്രയും ടൈമും കാര്യങ്ങളൊക്കെ എടുക്കണത്. ഞാനിപ്പോൾ ഒരു താജ്മഹലിൻ്റെ ഇത് വെച്ചില്ലേ അവിടെ, അത് നമ്മൾ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് മാർബിളാണ്, ഒറിജിനൽ മാർബിളാണ്. നമ്മൾ താജ്മഹലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ.
ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സനൂപ് എനിക്ക് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. സനൂപ് ആരാന്നെങ്കിൽ നിങ്ങൾ ചോദിക്കും. അവൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവന് സ്റ്റുഡിയോ ഉണ്ട്. റെഡ് ഫ്രെയിം ഒറ്റപ്പാലല്ല, ഷൊർണൂരാണ് കേട്ടോ അവരുടെ ഷോപ്പ്. സൂര്യയുടെ വീഡിയോ ഇട്ടിട്ട് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു സൂര്യ ആരാണെന്ന്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ടല്ലേ എൻ്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാത്തതുകൊണ്ടാണോ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടാണെന്നുള്ളത്. അപ്പം ഇനി അടുത്ത ചോദ്യം ചോദിക്കാനുള്ള വഴി, ചേച്ചിയല്ലേ പറഞ്ഞ ചേച്ചിക്ക് ഫ്രണ്ട്സൊന്നുമില്ല, ആരുമില്ല എന്നൊക്കെ. എനിക്ക് അങ്ങനെ നോക്കുന്ന ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അതായത് നമ്മളെ മനുഷ്യന്മാരോട് സംസാരിക്കാണ്ടിരിക്കണമൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ നോക്കുന്ന എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പക്ഷേ എനിക്ക് കംഫർട്ടായിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ഞാൻ സൂര്യനെ ഡെയിലി വിളിക്കാറില്ല, ഡെയിലി സംസാരിക്കാറില്ല. വല്ല കൊല്ലത്തിലൊരിക്കലായിരിക്കും ഞങ്ങൾ കാണുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കലായിരിക്കും 1-2 വട്ടം ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കും. അത്രയൊക്കെയുള്ളൂ, മനസ്സിലായി. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ബോണ്ട് ഉണ്ട്. ഇപ്പം അവളെപ്പോഴും പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ നിന്നോട് ഡെയിലി സംസാരിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത് നീയാണെന്നുള്ള കാര്യം. അത് മതിനെ. നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് കംഫർട്ട് അല്ലാതെ വരുന്ന ഒരു സ്റ്റേജും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പ്രബീരുടെ അടുത്ത് എന്നും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും. അതാണ് ഞാൻ പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നെ സംബന്ധിച്ചൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ സങ്കടവും എൻ്റെ സന്തോഷവും എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം, അതായത് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്തൊരു കാര്യം അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരിടം ആണ്. അങ്ങനെ ഒരിടമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് ചൂല് വാങ്ങി അമ്മൂട്ടി ഇതാ പെരടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദൈവം തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ എനിക്ക് ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞത്. കാരണം എത്ര വയ്യാണ്ടായിട്ടുണ്ടെങ്കിലും അവസാനമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ചെയ്യുമ്പോഴേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും, അമ്മ അതിപ്പോൾ ചെയ്യേണ്ട, ഞങ്ങൾ കൂടെ വന്നിട്ട് ചെയ്യാമെന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു ധൃതി കാരണം പിന്നെ ഇവരെ കൊണ്ട് പഠിക്കാതിരിക്കുന്ന സമയത്ത് പണിയെടുപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയും, നിങ്ങളുടെ പണി എന്ന് പറയുന്നത് പഠിക്കലാണ്, നിങ്ങൾ അതങ്ങോട്ട് ചെയ്തോ, ഞാൻ എൻ്റെ പണി ചെയ്തോളാം എന്ന് പറയും. പക്ഷേ അവസാനമാകുമ്പോൾ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നേരെ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി അവരത് ഫിനിഷ് ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ബാക്കി ഉണ്ടാകുന്നതൊക്കെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല പെരും മഴയാണ് കേട്ടോ. പെരും മഴ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചിമിട്ടനെ പെയ്യണ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രിക്കാലത്തെ വിശേഷം കഴിഞ്ഞു കേട്ടോ. ഇതുവരെ ഒരു വ്ളോഗറും ചെയ്യാത്ത കാര്യങ്ങളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കാലത്തെ വിശേഷങ്ങൾ കാണാം. ചേച്ചിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോന്നൊന്നും ആരെന്നോട് ചോദിക്കരുത്. ഇതൊക്കെ ഒരു രസമല്ലേ ദാസ. കാലത്ത് തന്നെ കുപ്പിപ്പാട്ട വന്നിട്ടുണ്ടായിരുന്നു. 50 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അമ്മൻ്റെ പൈൻ്റെ ചില്ലി കൊടുക്കലിക്കുള്ളതാ. എത്ര എണ്ണുണ്ട്? 1 2 3 4 5 6 അല്ലേ? 5 6 1 2 3 4 6 എണ്ണുണ്ട്. 6 കാതുകുത്തിയുണ്ട്. അച്ഛനാ നിങ്ങളുടെ അവിടെ നിർബന്ധം അത് കുത്തണമെന്ന്? എല്ലാരും മൂക്ക് 2 എണ്ണം കുത്തി. ഇതെങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ടാ കുത്താ? ഡോക്ടറെ അടുത്ത് പോയിട്ടാ കുത്തനെ? ഇതില്ല, ഇതേപോലെ ഞങ്ങളാട്ടം കാത് കുത്തും മൂക്കുത്തുന്നു വരും. അപ്പൊ ഇതെല്ലാം നാളെ തട്ടാൻ തട്ടാൻ ഇതെല്ലാം ഇത് അച്ഛൻ കുത്തിയത്. ഇതെല്ലാം അച്ഛൻ കുത്തി തന്നോ? ഇതെല്ലാം എന്തുട്ട് വെച്ചിട്ട് കുത്തപ്പോ? അപ്പൊ അവരെല്ലാം വിക്കിര കമ്മലില്ലേ, വേറെ കമ്മൽ വെച്ചിട്ട് വേറെ കമ്മൽ അതിന്റെ ഉള്ളില് സൂചി വെക്കുണ്ടാവും. ഇത് ഇപ്പൊ നമ്മള് ഇത് 3 കൊല്ലം കാറാതെ മോളെ. പഴുത്തിട്ട് അല്ലേ? ഞാൻ മൂക്ക് കുത്തിയിട്ട് എങ്ങനെയായിരുന്നു, എനിക്ക് 1 കൊല്ലം മൊത്തം പഴുത്ത്. എന്നിട്ട് പിന്നെ ഞാൻ പാരസെറ്റമോൾ കഴിച്ചപ്പോഴാണ് മാറിയത്. അത് കുത്തിട്ട് എന്താ ചെയ്യുന്നു, വെളിച്ചെണ്ണ വെക്കണം. വെളിച്ചെണ്ണ വെച്ചിട്ട് കുത്തും തരി മണ്ണെണ്ണ വെക്കണം. മണ്ണെണ്ണയോ? ആമാ, തരി മണ്ണെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ വെക്കണം. വെളിച്ചെണ്ണ വെച്ചിട്ട് തലവേദന മരുന്ന് വെച്ചാൽ വേഗം മാറും. അങ്ങനെ ചെയ്ത നാട്ടുവൈദ്യല്ലേ? മണ്ണെണ്ണ വെക്കണായിരിക്കും ഞാൻ ആദ്യമായിട്ട് അറിയണേട്ടോ. അതേ മണ്ണെണ്ണ വെച്ചാൽ
വീർമത കുറയും. നമ്മുടെ ഇവിടെ ഇരുന്ന് എന്താ പറഞ്ഞത്, ഉപ്പുവെള്ളല്ലേ, ഉപ്പുവെള്ളം പിടിക്കാൻ പറയും, കല്ലുപ്പിട്ടിട്ട് വെള്ളം. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് മൂക്ക് കുത്തിയപ്പോൾ പഴുത്തുന്നു. മൂക്കായിരുന്നില്ല കേട്ടോ, സെക്കൻഡ് സ്റ്റേറ്റ് അടിച്ചപ്പോഴാണ് പഴുത്തിട്ടുള്ളത്. എനിക്ക് എപ്പോഴും വെള്ളിയാണ് ഗൈസ്. ഇപ്പം മനസ്സിലായില്ലേ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാത്രമല്ല ആരോട് സംസാരിക്കുമ്പോഴും ഇതുപോലെ വെള്ളിയൊക്കെ വരാറുണ്ട്. അപ്പോൾ സൂര്യ ഇറങ്ങാൻ നിൽക്കണം കേട്ടോ. ഞാൻ ഈ കണ്ണ് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, സൂര്യ പോണ സങ്കടത്തിൽ ഞാൻ കരഞ്ഞ് മെഴുകായിരുന്നു. പക്ഷേ മെഴുകിയതല്ല കേട്ടോ, ചൊറിഞ്ഞിട്ട് കണ്ണ് ചൊറിഞ്ഞിട്ട് പൊടിയടിച്ചിട്ടേ അലർജി നമുക്ക് സ്ഥിരമുള്ള സംഭവമാണല്ലോ അലർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചിലങ്ക ഭവൻസിൽ വന്നിട്ട് ചോറുണ്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവിടുത്തെ മീൻകറിയും ചോറും. അയ്യോ, ഞാൻ ആ ചോറ് മുഴുവനായിട്ട് കഴിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ മുഴുവനായിട്ട് ചോറിനണത്. അപ്പോൾ അവൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോണത്. അവിടെ നിന്ന് തന്നെ ഭവൻസിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് പോവാണ്. മഴ നന്നായിട്ട് ചാറിനുണ്ടായിരുന്നു. ഞാൻ ഈ മഴയും കൊണ്ടുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. സ്കൂട്ടറിന്മേ കോട്ടും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൂര്യ പോയിട്ടാ ഞാൻ മുകളിലേക്ക് വന്നതല്ലേ, നമ്മൾ റൂമൊക്കെ വൃത്തിയാക്കിയപ്പോൾ എൻ്റെ ഒരു സെറ്റ് സാരിയും ബ്ലൗസൊക്കെ അടിയിലിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടേ, അപ്പം അത് മുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നതാ. ഞാൻ എൻ്റെ സാരീസും കാര്യങ്ങളൊക്കെ നമ്മൾ മുകളിലത്തെ 2 റൂമിലത്തെ അലമാരിയിലാക്കിയിട്ട് വെച്ചിട്ടില്ല കേട്ടാ. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സെറ്റ് സാരിയുടെ കളക്ഷൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. അല്ലാതെ ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡ്രസ്സാണ് സെറ്റ് സാരി, സെറ്റ് മുണ്ട് എന്നൊക്കെ പറയുന്നത്. അതായത് കസവ് സാരി, നമ്മുടെ എന്താ പറയുക, അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതായിരിക്കും അല്ലേ. എൻ്റെ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ട് കിടക്കുകയാണ്. എൻ്റെ മുഖം ഇരിക്കാനായിട്ട് ഇനി സങ്കടമായിട്ടൊന്നല്ല, നല്ല അലർജി ഉണ്ട്. തുമ്മി ഒരു വിധമായിട്ട് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കണ്ണൊക്കെ ഒരു എന്താ പറയുക, സൂര്യ പോണ സമയത്തൊക്കെ ഞാൻ മരുന്നൊരു സിട്രസിന് എടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ കൊണ്ടാക്കിയത് കേട്ടോ. വാടാൻപുള്ളി വരെ കൊണ്ടാക്കി, പിന്നെ വാടാൻപുള്ളിയിൽ നിന്നാണ് ഓട്ടോറിക്ഷയ്ക്കാണ് പോയത്. അപ്പോൾ അത്രയ്ക്കധികം തുമ്മി ഞാനൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടാക്കിയാൽ വന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് സെറ്റ് മുണ്ടാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ, തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ ഇപ്രാവശ്യം ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഏട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ നമ്മുടെ കയ്യിൽ കുത്താമ്പുള്ളിയുടെ ഈ സെറ്റ് സാരിയൊക്കെ വിൽക്കണേ ഒരു കുട്ടിയുടെ നമ്പറുണ്ട്. അപ്പോൾ സന്ദീപ് എന്നാണ് പേര്. അവൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ കൂടുതലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. അതായത് സെറ്റ് മുണ്ട്, സെറ്റ് സാരി അങ്ങനത്തെയൊക്കെ എടുക്കുന്നത് ഞാൻ കൂടുതലും അവൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് ഞാൻ എടുക്കാറുള്ളത്. ഇതിനൊക്കെ ഒരു 500 സംതിങ് ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ കേട്ടോ. സെറ്റ് മുണ്ടാണ്. ഞാൻ ഇവിടെ സൈഡിൽ എൻ്റെ കയ്യിൽ ഉള്ള പിക്ചേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. എല്ലാത്തിൻ്റെയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉള്ളതിൻ്റെ ഒക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ലൈൻ ആയിട്ടുള്ളത്, ഇതൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ വർഷമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലൊരു 10 വർഷമല്ല, ഒരു 7 വർഷം 8 വർഷം 7 വർഷം 7 വർഷമായിട്ടുണ്ട്. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരു പച്ച ചുരിദാറിന് നമ്മൾ മിനിഞ്ഞാന്നിട്ട വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ റിസപ്ഷൻ ഇട്ടതാണ്. അവനെടുത്തുന്ന ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടുണ്ടാകുന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് ഞാൻ സാരി എടുത്തിട്ടുണ്ടാകുന്ന, ആ കല്യാണത്തിന് എടുത്ത സെറ്റ് സാരിന് കേട്ടോ അത്. അപ്പം അതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുക്കാം. അടുത്തത് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള സെറ്റുമുണ്ട്. ഇത് കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിൽ തിരുവാതിരക്കളിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ. നമ്മുടെ സെറ്റ് മുണ്ട് ഇതിന് 900-ഓ 1000-ഓ എത്രയും അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇത് ഞാൻ കുത്താമ്പുള്ളിയിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല. നമ്മുടെ സെറ്റ് സാരി എനിക്ക് ഈ രഞ്ജിനിയാണ് എടുത്തു തന്നിട്ടുണ്ടാകുന്നത്. അപ്പം അങ്ങനെ എടുത്തുള്ളത് തന്നെ കേട്ടോ. ഇതിൻ്റെ പിക്ചറും ഞാൻ കൊടുക്കാം. പിന്നെ ഇത് സെറ്റ് സാരിയാണ് കേട്ടോ. കണ്ടോ, ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു പേജിൻ്റെ പ്രൊമോഷനായിട്ട് 2 സാരി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പം അതിൽ ഒരു സാരിയാണ് ഇത്. ഇതിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുവി വന്നപ്പോൾ സുവി എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതും ഇത് തൃശ്ശൂരിൽ നിന്ന് എടുത്തതാ. ഇത് നമ്മൾ പാലക്കാട് വരിക്കാശ്ശേരി മനയിൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിൻ്റെ കഥ ഞാൻ പറയണില്ല, കാരണം പ്രഭി വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചാൽ പ്രഭി കമൻറ്റ് ചെയ്യും എന്താണ് അവസ്ഥ എന്നുള്ളത്.
പക്ഷെ സാരി അടിപൊളി സാരിയാണ് കേട്ടോ. ഇത് നമുക്ക് റിഡക്ഷനിൽ കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നു 500 സംതിങ്ങിന് അങ്ങോട്ടാണ് ഈ സാരി കിട്ടിയത്. അന്ന് വില കുറവ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നറിയാം, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലുള്ള ഒരു തുണിക്കട, എനിക്ക് പേര് ഓർമ്മയില്ല. അങ്ങനെ അപ്പൊ ഞാനൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി എടുത്ത സെറ്റ് സാരിയാന്ന് പറഞ്ഞു, സെറ്റ് മുണ്ടാന്ന് പറഞ്ഞില്ലേ, അതല്ല കേട്ടോ, അത് അമ്മൂട്ടിയുടെ വലിയ കുട്ടിയായില്ലേ, അമ്മൂട്ടി വലിയ കുട്ടിയായപ്പോൾ എടുത്ത സെറ്റ് മുണ്ടാണത്. ഇതാണ് നമ്മൾ ഏട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാകുന്നതിൽ ഒരെണ്ണം. ഇപ്രാവശ്യത്തെ വിഷുവിന് എടുത്തിട്ടുള്ള സെറ്റ് മുണ്ട് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ തെറ്റി പറഞ്ഞതാട്ടാ. ഓർമ്മ പശക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടേ, കണ്ടോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എടുത്തിട്ട്. പിന്നെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോയത് അടുത്തത് ഇതാണ് കേട്ടോ, ഇങ്ങനത്തെ ആലില. ഇത് നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടി പോയപ്പോൾ എടുത്ത സെറ്റ് മുണ്ടാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴൊക്കെ അതപ്പം അങ്ങോട്ട് മാറിയില്ല, ആ സ്റ്റെപ്പ് കയറി വന്നേൻ്റെ ഇഷ്ടാ. എന്തൊരവസ്ഥയാണല്ലേ ഇപ്പം തന്നെ ഇങ്ങനെ. അപ്പം ഇനി കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞങ്ങളുടെ അവസ്ഥ എന്താ? അപ്പോൾ ഇത്രയും സെറ്റ് മുണ്ടാണ് ഞാനിവിടെ എടുത്തു കൊണ്ടുവച്ചിട്ടുള്ളത്. ഇനിയും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ സെറ്റ് മുണ്ട്, സെറ്റ് സാരിയൊക്കെ ഭയങ്കര അധികമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇനി കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കാണിച്ചു തന്നതിൻ്റെയൊക്കെ പിക്സ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ഏതാ ഇഷ്ടമായി എന്ന്. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എനിക്കറിയാം കുറേ നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ചിലർ പറഞ്ഞേക്കാൻ, ചേച്ചിയുടെ സംസാരം കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് കേട്ടോ നിങ്ങൾ തരുന്നത്. ആ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. എപ്പോഴും കൂടെ ഉണ്ടാവണം, അത് റിക്വസ്റ്റാണ് കേട്ടോ, എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.